റഷ്യയ്ക്കും ഇറാനും, ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പിനും, ഫലസ്തീനും കൃത്യമായി അവർക്ക് എല്ലാവർക്കും തുല്യ ശത്രുക്കളാണ്. അവരുടെയൊക്കെ മുഖം ഒന്ന് തന്നെയാണ്. ഒരേ നിലയിൽ തന്നെയാണ് പൊരുതേണ്ടത്. അവരോട് പോരാടേണ്ടത് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ്. പല്ലും നഖവും ഉപയോഗിച്ച് അവരെ അമർച്ച ചെയ്യാൻ വേണ്ടി ഏത് രീതിയിൽ പ്രയോഗങ്ങൾ വേണമെങ്കിലും നടത്താം. എന്നാൽ ഇവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പടി കൂടി കടന്ന് ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഉക്രൈനെ സമാധാനത്തിലേക്ക് വിടാൻ തങ്ങൾ ഒരുക്കമാണ്, എന്നാൽ അതിന് ചില നിബന്ധനകൾ ഉണ്ട്. റഷ്യക്ക് ഭീഷണിയാകുന്ന രീതിയിലുള്ള ആണവായുധ പ്രയോഗങ്ങളൊന്നും തന്നെ, അതല്ലെങ്കിൽ പരീക്ഷണങ്ങളൊന്നും തന്നെ ഉക്രൈനിൽ കീവിലോ കാർഗീവിലോ നടത്താൻ പാടില്ല എന്നുള്ള റഷ്യയുടെ മുന്നറിയിപ്പ് അത് ലംഘിച്ചാൽ അടുത്ത മരുന്നടി ഉടൻ ഉണ്ടാകും. റഷ്യയുടെ മരുന്നടി കൃത്യമായും ഉക്രൈൻ്റെ കൂമ്പിനിട്ട് തന്നെയായിരിക്കും. അത് അമേരിക്കയ്ക്ക് കൊള്ളും. മറ്റ് അമേരിക്കയുടെ സഹായികൾക്ക് അവർക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയായിരിക്കും. നമുക്കറിയാം, റഷ്യ കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കയുടെ മുഖ്യ ശത്രുവാണ് എന്നുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് പല തലങ്ങളിലേക്കും ആ പോരാട്ടം പോവുകയാണ്. നമുക്കറിയാം, ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന സമയത്തും റഷ്യയുമായിട്ടുള്ള യുദ്ധം അത് കേവലം ഒരു വ്യാപാര യുദ്ധത്തിൻ്റെ സാഹചര്യമല്ല ഇവിടെ വരുത്തുന്നത്. അതൊരു വേൾഡ് വാറിലേക്ക്, അതല്ലെങ്കിൽ ഏറ്റവും ഡെഡ്ലിയസ് ആയിട്ടുള്ള 21ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിക്കുന്ന മറ്റു ചില രീതികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിശദമായ വിലയിരുത്തൽ കൂടി വന്നിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ചും വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതിവിദഗ്ധരായിട്ടുള്ള നയതന്ത്രജ്ഞരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, അവർക്ക് ഡിപ്ലോമസി എന്നത് ഒരു ജോലിയല്ല, അതൊരു ജീവവായു പോലെ കൊണ്ട് നടക്കുന്ന മാധ്യമ പ്രവർത്തകർ. അങ്ങനെയുള്ളവർ പലരും വിശദമായി തന്നെ പറയുന്നു റഷ്യയുടെ അടുത്ത നീക്കം അത് അമേരിക്കയെ തകർക്കും. അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാത്തത്ര വലിയ തിരിച്ചടി റഷ്യക്ക് നൽകാൻ പ്രഹരശേഷിയുണ്ട്. റഷ്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. സോവിയറ്റ് യൂണിയൻ തകർന്നു, അതുകൊണ്ട് റഷ്യക്ക് കാര്യമായി ശക്തിയില്ല എന്ന് കരുതിയാൽ അത് തെറ്റ്. സോവിയറ്റ് യൂണിയൻ തകർന്നാലും റഷ്യക്ക് ഇപ്പോഴും ബലം തന്നെയാണ്. US അറിയാത്ത പല നീക്കങ്ങൾ റഷ്യ ഇപ്പോഴും നടത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.